10√3 is equal to T2 into cos 30 എന്ന് പറഞ്ഞാൽ എത്രടാ? ഓക്കെ അല്ലേ? ഒന്ന് ഇക്വേഷൻ ഒന്ന് ഉപയോഗിക്കും. നമ്മൾ 10 minus t is equal to 2a ഉണ്ടോ? 7 ഡിഗ്രി ആണ് ഇവിടെ നമുക്ക് കിട്ടി. സോ എല്ലാവർക്കും ലോസ് ഓഫ് മോഷനിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നിർത്തിയായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എത്തിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ? ഡിസ്കസ് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയേണ്ട രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. രണ്ട് കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് സൈൻ കോസ് ടാൻ. നമുക്ക് ആംഗിളൊക്കെ അറിയാം. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. കോസ് 30 √3/2 ആണ്. ടാൻ 30 1/√3 ആണ്. നമുക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ല കുട്ടികളാണ്. 1/√2 ആണ്. സോ ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. √3/2 ആണ്. 1/2 ആണ്. √3 ആണ്. നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ആംഗിൾ 37 ഡിഗ്രിയും ആംഗിൾ 53 ഡിഗ്രിയും. ഓക്കെ, കീം ജെയ് നീറ്റിനൊക്കെ പൊതുവേ ചോദിച്ച് കാണാറുള്ള ഒരു ആംഗിളാണ് 53 ഡിഗ്രിയും 37 ഡിഗ്രിയും. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. സൈൻ 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/5 ആണ്. കോസ് 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4/5 ആണ്. ഓക്കെ അല്ലേ? സൈൻ 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/5 ആണ്. കോസ് 47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4/5 ആണ്. ഇനി ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/4 ആണ്. സെയിം വിച്ച് ഇത് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ സാധനം നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ സൈൻ 53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/5 ആണ്. കോസ് 53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 ആണ്. അതേപോലെ ഇത് നേരെ തിരിച്ചിടുമ്പോൾ 4/3. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് സൈനാണ്, ഇത് കോസാണ്, ഇത് ടാനാണ്. ഓക്കെ അല്ലേ? സോ ഈ ഒരു ടേബിള് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഈ ടേബിൾ ഒന്ന് വൃത്തിയായിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് എന്താ സംഭവം? സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആംഗിൾ തീറ്റ, ഒരു തീറ്റ ആംഗിളിൽ ചരിഞ്ഞ് നിൽക്കുന്ന വെക്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന ഈ വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ ചരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു വെക്ടറിനെ നമുക്ക് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന കമ്പോണന്റ് ആണ് എ കോസ് തീറ്റ എന്ന് പറഞ്ഞത്. നിങ്ങൾ വെക്ടർ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, റിസോൾവേഷൻ ഓഫ് എ വെക്ടർ. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഈ എ തീറ്റ ഉള്ള ഭാഗത്തോട്ട് വീഴുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എ കോസ് തീറ്റയാണ്. അതേപോലെ ഈ വെക്ടർ തീറ്റ ഇല്ലാത്ത ഭാഗത്തോട്ട് വീഴുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ സൈൻ തീറ്റയാണ്. ഓർത്ത് വെച്ചേക്കാം. തീറ്റ ഉള്ള ഭാഗത്തോട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ അത് എ കോസ് തീറ്റയാണ്. തീറ്റ ഇല്ലാത്ത ഭാഗത്തോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ അത് എ സൈൻ തീറ്റയാണ്. ഓക്കെ അല്ലേ? ആംഗിൾ വരുന്ന കേസിലെല്ലാം മിക്കപ്പോഴും നമുക്ക് റിസോൾവ് ചെയ്യുമ്പോഴാണ് ആൻസർ പെട്ടെന്ന് കിട്ടുക. സോ ഇത് എപ്പോഴും അറിഞ്ഞിരിക്കുക. സോ ഒരു വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോസ് കമ്പോണൻറ്റും അതിൻ്റെ സൈൻ കമ്പോണൻറ്റും. കോസ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഉള്ള ഡയറക്ഷനിൽ വീഴുമ്പോഴാണ് അത് കോസ് കമ്പോണൻറ്റ്. തീറ്റ ഇല്ലാത്തടത്തോട്ട് വീഴുമ്പോൾ അത് സൈൻ കമ്പോണൻറ്റ്. രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആ ജെയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ ജെയുടെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ എന്താണ്? എ ബ്ലോക്ക് ഓഫ് √3 kg. A block of √3 kg is attached to the string whose other end is attached to the wall. Okay, √3 kg മാസുള്ള ഒരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിന്റെ ഒരു ഭാഗത്ത് സ്ട്രിങ് കെട്ടി മറ്റേ ഭാഗത്ത് സ്ട്രിങ് കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? An unknown force F is applied so that the string makes an angle of 30 degree. നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വലിച്ചു ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ സ്ട്രിങ്ങും ഈ ഒരു മതിൽ തമ്മിൽ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി എന്ന് പറയുന്നു വിത്ത് ദ വാൾ. ദ ടെൻഷൻ ടി ഈസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇവിടുത്തെ പ്രൈമറി ഫോഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. സോ ഞാനിതിനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ. 1 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൈമറി ഫോഴ്സ് ഒക്കെ എന്ത് ചെയ്യാം? ഒന്ന് ഫോഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. നമുക്കറിയാം ഇതൊരു മാസുള്ള ഒബ്ജക്റ്റ് ആണ്. മാസുള്ള ഒബ്ജക്റ്റിനെ എപ്പോഴും ഭൂമി എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്ന എങ്ങോട്ടാ? താഴോട്ട് അല്ലേ? ഏത് ഫോഴ്സ്? M × G, ദാറ്റ് ഈസ്
√3g എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഇത് സ്ട്രിങ് ആണ്, ഈ കാണുന്നത് സ്ട്രിങ് ആണ്. സ്ട്രിങ് ആവുമ്പോൾ ഇവിടെ ടെൻഷൻ ഉണ്ടാവും അല്ലേ? ടെൻഷൻ എങ്ങനെ? ഒബ്ജക്റ്റിന് എവേ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റിന് എവേ സ്ട്രിങ് ടെൻഷൻ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്ന ടെൻഷനാണ് ടി. ഇനി നമുക്കറിയാം ഇത് ഒരേ സ്ട്രിങ് ആണ്, സോ ഇവിടെയും ടെൻഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് ടി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു വ്യത്യാസം, ഞാൻ പറഞ്ഞു ഒരേ സ്ട്രിങ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരേ ടെൻഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ട് പിടിച്ച് അപ്ലൈ ചെയ്യുമല്ലേ, ഇങ്ങോട്ട് വലിക്കുമല്ലേ, അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ ടെൻഷൻ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. നമ്മളിവിടെ ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുന്നത് കാരണം ഇത് ഒരേ സ്ട്രിങ് ആണെങ്കിൽ പോലും ഈ ഒരു സ്ട്രിങ്ങിന് ടെൻഷൻ എന്തുണ്ടാവും? വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ടി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു? ടി ഡാഷ്, അല്ലെങ്കിൽ വേണ്ട, ഇത് T1 ഇത് T2 ആയിക്കോട്ടെ. T2 എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. കാരണം ഇത് രണ്ടും സെയിം ടെൻഷൻ അല്ല. എന്തുകൊണ്ട്? നമ്മൾ ഫോഴ്സ് പിടിച്ച് വലിച്ചു, അപ്പോൾ ടെൻഷൻ എന്ത് ചെയ്തു? മാറി. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, T2. ഇത്ര ഓക്കെ ആണോ? സോ ഇതാണ് നമുക്ക് പ്രൈമറിലി ആദ്യം ഫോഴ്സ് വരച്ചപ്പോൾ കിട്ടിയത്. ഇനി നമുക്കറിയാം ഇതിവിടെ അനങ്ങാതെ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആയതിനെ കൊണ്ട് തന്നെ ഇതും തമ്മിൽ എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ആയി പോകും. ഫസ്റ്റ് നമുക്ക് തന്നെ എഴുതാം, √3g എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? T1 ഈക്വലാണ് അല്ലേ? സോ ഇതും ക്യാൻസൽ ആയി പോകും. സോ √3g T1. ഇത് ഓക്കെ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ഇയാൾ മുകളിലും താഴെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ √3g T1 നമുക്ക് കിട്ടി. അടുത്ത നമുക്ക് ഇവിടുത്തെ T2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ദ ടെൻഷൻ T. ഓക്കെ, the force is applied so that the string makes an angle of 30 degree with the wall. The tension T എന്ന് പറയുന്ന ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ടെൻഷൻ T ആണ്, ഈ ഒരു ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് T1 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചേക്കാം. നമ്മൾ ഇങ്ങനെ ആംഗിളിൽ നിൽക്കുന്ന കാരണം ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയോ ഈക്വൽ ആൻഡ് എഴുതിയൊക്കെ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ഈ ഒരു ആക്സിസ് ഉണ്ടോ, ഈ ഒരു ആക്സിസ് ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തൊന്ന് വരയ്ക്കുവാണ് നേരെ. ഓക്കെ, സോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ നോക്കി, ഇതൊരു 90 ഡിഗ്രി ആംഗിളാണ്, ഇതൊരു 90 ഡിഗ്രി ആംഗിളാണ്. ഓക്കെ, സോ ഇതൊരു ട്രയാങ്കിൾ പോലാണ് അല്ലേ? ഇത് 90, ഇത് 30, അപ്പോൾ ഇതെന്തായിരിക്കും കൂടാ? ഇത് 60 ആയിരിക്കും അല്ലേ? റൈറ്റ്, ഇതെന്തായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 90 ആണെങ്കിൽ, ഇത് ഇത്രയും 90 ആണെങ്കിൽ, അപ്പോൾ ഈ ആംഗിൾ എന്തുമായിരിക്കും കൂടാ? ഇത് 30 ആയിരിക്കും. ഇതെന്തായിരിക്കും? 30 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്കെ, ദിസ് ഈസ് T2. ഇവിടെ ഒരു 30 ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു 60 ഉണ്ട്. ഓക്കെ, ഞാൻ ഈ 30നെ വെച്ച് വരയ്ക്കണം. 30 ആണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, 60 വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 30 ആണ് എനിക്ക് എളുപ്പം, അതുകൊണ്ട് ഞാൻ 30 വെച്ച് വരയ്ക്കുന്നു. ഓക്കെ, സോ T2 ഉണ്ട്, ഇവിടെ ആംഗിൾ 30 ഉണ്ട്. സോ ഇങ്ങോട്ട് വീഴുന്ന കമ്പോണന്റ്, ഈ കമ്പോണന്റ്, ഇവിടെ വീഴാൻ പോണ ഈ കമ്പോണന്റ് പേരെന്തുമായിരിക്കും? യെസ്, T2 cos 30. ഞാൻ പറഞ്ഞു തീറ്റയുടെ ഭാഗത്തോട്ട് വീഴുന്ന കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും? കോസ് ആയിരിക്കും. സോ എനിക്ക് ഇവിടെ ഒരു കമ്പോണന്റ് കിട്ടി. ദാറ്റ് ഈസ് T2 cos 30. ഓക്കെ ആണോ? ഇനി ഇതാണ് തീറ്റ ആയിട്ട് നമ്മൾ എടുത്തത്. സോ ഇവിടെ തീറ്റ ഇല്ല എന്ന് വിചാരിക്കാം. സോ ഈ ഒരു ഭാഗത്ത് വരുന്ന കമ്പോണന്റ് എന്താണ്? T2 sin 30. ഇനി ഞാൻ ഈ റിസോൾവ് ചെയ്ത സാധനമൊക്കെ ഒന്ന് മാറ്റി വരച്ചോട്ടെ എല്ലാം കൂടെ. നോക്കടാ നമുക്ക് ഇവിടെ മുകളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് മുകളിലോട്ടുള്ള ഫോഴ്സ് T2 cos 30 ആണ്. ഇങ്ങോട്ട് ഓക്കെ, ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് T2 sin 30 ആണ്. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഫോഴ്സ് F. എത്ര നമുക്കറിയില്ല. ഓക്കെ, താഴോട്ട് എന്താ ഉള്ളത് നോക്കേ? T1. താഴോട്ട് എന്താ ഉള്ളത്? T1. ഇതിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? സോ ഇതിൽ നിന്ന് ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. സോ ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. നമുക്കറിയാം ഇതും ക്യാൻസൽ ആയി പോകും. സോ T1 is equal to T2 cos 30 എന്ന് കിട്ടും. ഇതും ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് എന്ത് കിട്ടും? F is equal to T2
T2 sin 30 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ടി അല്ലേ കണ്ടുപിടിക്കണ്ടേ, T1 അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ T1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ ഓക്കെ നമുക്ക് T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, T2 കണ്ടുപിടിക്കാൻ വേണ്ടി T1ന്റെ വാല്യൂ നമുക്കറിയാം √3g ആണ്. ഇവിടുന്ന് കിട്ടി. ഓക്കെ, സോ ജിയുടെ വാല്യൂ നമുക്ക് 10 ആയിട്ട് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുമ്പോൾ √3 അല്ലെങ്കിൽ 10√3 is equal to T2 into cos 30 എന്ന് പറഞ്ഞാൽ എത്രടാ? cos 30 എന്ന് പറഞ്ഞാൽ എത്ര നോക്ക്. cos 30 എന്ന് പറഞ്ഞാൽ എന്താണ്? √3/2 ആണ്. സോ cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. √3 കട്ട് ചെയ്ത് പോയി. 10 is equal to T2/2 അഥവാ T2 is equal to 2-നപ്പുറം കൊണ്ടുപോകുമ്പോൾ 20 എന്ന് കിട്ടും. T2 is equal to 20 എന്ന് കിട്ടും. So 20 is the answer. 20 Newton is the answer. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നതാണോ ഇപ്പോൾ ഇവിടുത്തെ ടെൻഷനാണോ കണ്ടുപിടിക്കേണ്ടതെന്ന്. ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ T തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയത്. ഓക്കെ, സോ ഈ ടെൻഷനായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, വളരെ സിമ്പിളാണ്, ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത കാര്യം പെട്ടെന്നൊന്ന് പറയാൻ വളരെ സിമ്പിളാണ്. ഇവിടെ T2 എന്ന് പറഞ്ഞ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരുന്നു. സോ ഞാൻ T2ന്റെ 30 ഡിഗ്രിയിലുള്ള കമ്പോണന്റ് വരച്ചു, T2 cos 30. ഇത് എക്സ് ആക്സിൽ വീണപ്പോഴുള്ള കമ്പോണന്റ് T2 sin 30. അപ്പോൾ എനിക്ക് ഇങ്ങനെയുമുള്ള ഒരു ഫോഴ്സസിന്റെ ഡയഗ്രാം കിട്ടി. ആ ഫോഴ്സിന്റെ ഡയഗ്രമാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും പരസ്പരം ക്യാൻസലായി പോകും, ഇതും പരസ്പരം ക്യാൻസലായി പോകും. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിൽ ഇക്വേറ്റ് ചെയ്തു. സോ T1 is equal to T2 cos θ എന്ന് കിട്ടി. അതേപോലെ ഇവിടെ T1 ഇവിടെ ഇത് എടുക്കൊണ്ട് ഇവിടെ √3g ആണെന്നും എനിക്കറിയാം. ഇതും പരസ്പരം ക്യാൻസലായി പോകില്ലടാ. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുതി വെച്ചായിരുന്നു √3g is equal to T1. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്ര ഞാൻ ചെയ്തോളൂ. തന്നെ ബുക്കും പേപ്പറും എടുത്ത് എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കുക. അത് സാധനം കിട്ടത്തില്ല. ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. സോ വൃത്തിയായിട്ട് എന്ത് ചെയ്ത് നോക്കുക? ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, ഇനി തുടർന്ന് വീഡിയോ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലോട്ട് എന്ത് ചെയ്യുക? പറയുക. അതേപോലെ തുടർന്ന് വീഡിയോസ് വേണോ, ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാറ്റ് ബോക്സിലൊന്ന് ഇടുക. ഓക്കെ, സോ ഇപ്പോൾ തന്നെ ഞാൻ സെക്കൻഡ് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഇല്ല. ഞാൻ വിചാരിച്ചു ചെയ്തിട്ടും വലിയ കാര്യമില്ല എന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഒരു സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ബേസിക് ആയിട്ടാണ് കവർ ചെയ്യുന്നത്. സോ നമുക്ക് മീൻസ് ഒരു ക്രാഷ് പോലെ പെട്ടെന്ന് പറഞ്ഞു പോകല്ല, ബേസിക്സ് ആയിട്ട് കവർ ചെയ്യുക. ഓക്കെ അല്ലേ? ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ്ലി പക്കായിട്ട് പോവുക. ഈ ചാപ്റ്റർ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളത് പറഞ്ഞു. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് ഇക്വിലിബ്രിയത്തിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ആക്സിലറേറ്റഡ് പ്രോബ്ലംസ്, മൂവ് ചെയ്യുന്ന ബോഡിയിലുള്ള ഫോഴ്സുകളെ പറ്റിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് F net is equal to ma. നെറ്റ് ഫോഴ്സ്, ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ma, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. എപ്പോഴും മനസ്സിലാക്കുക, ആൾവേസ് റൈറ്റ് ദ ഇക്വേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ്. എപ്പോഴും നമ്മൾ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ വേണം ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ആ ഡയറക്ഷൻ, നെറ്റ് ഫോഴ്സ് ഉള്ള ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ നടക്കുക. ആ ഡയറക്ഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? ഇക്വേഷൻ എഴുതാൻ വേണ്ടി. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണത്, വളരെ സിമ്പിളാണ്. ഇതൊരു ലിഫ്റ്റാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ കാണുന്നത് ഒരു ലിഫ്റ്റാണ്. ലിഫ്റ്റിനകത്ത് ഒരു 2 kg മാസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലിഫ്റ്റ് 3 m/s² സ്പീഡിൽ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? സോ നിങ്ങളുടെ കയ്യിൽ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിനകത്തൊരു മാസ് ഇരിപ്പുണ്ട്. ആ മാസ് എന്ത് ചെയ്യുന്നു? 3 m/s ലിഫ്റ്റ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നോർമൽ റിയാക്ഷൻ. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക.
ഓക്കെ, അതാണ്. അല്ലെങ്കിൽ വേണ്ട, ഫൈൻഡ് നോർമൽ റിയാക്ഷൻ. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എത്രയാണ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് ഫൈൻഡ് നോർമൽ റിയാക്ഷൻ. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു മാസിനെ കുറച്ച് മുകളിലോട്ട് വരയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സുകളെ വൃത്തിയായിട്ട് വരയ്ക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇത് ശരിക്കും ഇത് ടച്ച് ചെയ്തിരിക്കുവാണ്. ഞാൻ ഇതിൻ്റെ ഫോഴ്സുകളെ വൃത്തിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്ത് മുകളിലോട്ട് വരയ്ക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിനൊരു മാസ് കാണും അല്ലേ. എല്ലാത്തിനും അതിൻ്റെതായ മാസ് ഉണ്ട്. ഓക്കെ, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് mg എന്ന് പറയുമ്പോൾ എന്താണ് 2 × 10 20 ആണ്, 20 ന്യൂട്ടൺ. ഓക്കെ, നമ്മളിവിടെ G20 ആയിട്ടാണ് എടുക്കുക, 10 ആയിട്ടാണ് എടുക്കുക. 9.8 ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 10 ആയിട്ടാണ് എടുക്കുക, അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്കറിയാം ഈ സർഫസും ഇവിടെ ടച്ച് ചെയ്താണ്ടിരിക്കുക. രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാ? നോർമൽ റിയാക്ഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നോർമൽ റിയാക്ഷൻ വരുമ്പോൾ അത് ഏതൊക്കെ ബോഡികളാണ് ടച്ച് ചെയ്തിരിക്കുന്നത് ആ 2 ബോഡിയിലും വരും. ഓക്കെ, അതുകൊണ്ട് ഈ ബോഡി കാരണം ഇവിടുത്തെ സർഫസ് കാരണം നമ്മുടെ ബോക്സിനകത്തൊരു നോർമൽ റിയാക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ബോക്സിന്റെ ഈ സർഫസ് കാരണം ഈ ഒരു ലിഫ്റ്റിനകത്തും എന്ത് വരുന്നുണ്ട്? നോർമൽ റിയാക്ഷൻ താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ 2 നോർമൽ റിയാക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ ലിഫ്റ്റിന്റെ കാര്യമല്ല, നമ്മൾ ബോക്സിന്റെ കാര്യമാണ് പറയുന്നതിനെ കൊണ്ട് തന്നെ ലിഫ്റ്റ് ഇല്ലാത്തുള്ള നോർമൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇനി വരാൻ പോണ പ്രോബ്ലങ്ങളിൽ മിക്കതും കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഉണ്ടെന്ന്. ഓക്കെ, ഇനി നമുക്കറിയാം, ഇനി നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഇവിടെ n ആണ്, ഇവിടെ 20 ആണ്, പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും, n = 20 എന്ന് കിട്ടും. അല്ല, ശ്രദ്ധിച്ചേക്കുക. എന്തുകൊണ്ട് അവിടെ n = 20 അല്ല? ദിസ് ഈസ് ആൻ ആക്സിലറേഷൻ പ്രോബ്ലം. ഓക്കെ, ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ബോഡി മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, F net = ma. നെറ്റ് ഫോഴ്സ് = ma. പറയടാ, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ? ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ടല്ലേ. അപ്പോൾ ആ ഡയറക്ഷനുള്ള ഫോഴ്സ് മൈനസ് താഴെയുള്ള ഫോഴ്സ്. ആ ഡയറക്ഷനുള്ള ഫോഴ്സ് എന്താ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. സോ ഇവിടെ നിന്ന് ഒരു 6 ന്യൂട്ടൺ ഫോഴ്സിൽ തള്ളുന്നു, ഇവിടെ തിരിച്ച് ഒരു 3 ന്യൂട്ടൺ ഫോഴ്സിൽ തള്ളുന്നു, അല്ല പോട്ടെ 2 ന്യൂട്ടൺ ഫോഴ്സിൽ ഇങ്ങോട്ട് തള്ളുന്നു. നമ്മുടെ ഡെസ്ക് ഇങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് വിചാരിക്കാം. ഒരാൾ അങ്ങോട്ട് 6 ന്യൂട്ടൺ ഫോഴ്സ് തള്ളുന്നു, ഒരാൾ ഇങ്ങോട്ട് 2 ന്യൂട്ടൺ ഫോഴ്സ് തള്ളുന്നു. ഡെസ്ക് ഇങ്ങോട്ടാണ് നീങ്ങുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 6 ന്യൂട്ടൺ ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതിന്റെ നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? അങ്ങോട്ട് തള്ളിയ ഫോഴ്സ് മൈനസ് ഇങ്ങോട്ട് തള്ളിയ ഫോഴ്സ് അല്ലേ, ദാറ്റ് ഈസ് 6 - 2 അല്ലേ, 4 ന്യൂട്ടണിലെ നെറ്റ് ഫോഴ്സ്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആക്സിലറേഷൻ മുകളിലോട്ടാണ്, നമ്മുടെ ആക്സിലറേഷൻ മുകളിലോട്ടാണ്. സോ മുകളിലോട്ടുള്ള ഫോഴ്സ് മൈനസ് താഴോട്ടുള്ള ഫോഴ്സ്, ദാറ്റ് ഈസ് എന്ത് കിട്ടും? n - 20 = ma. m എത്രടാ? m എത്ര? 2 ഇൻറ്റു a എത്ര? a 3. ആക്സിലറേഷൻ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കണ്ടാൽ മനസ്സിലാക്കുക അത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ n - 20 = 6 എന്ന് കിട്ടും. n = 6 + 20, ദാറ്റ് ഈസ് എത്ര കിട്ടും? 26 കിട്ടും. സോ നോർമൽ റിയാക്ഷൻ ഇവിടുത്തെ n എത്രയിൽ ഈക്വലാണ്? 26 ഈക്വലാണ്. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. നെറ്റ് ഫോഴ്സ് = ma. ഓക്കെ, സോ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതേപോലത്തെ വേറൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു ലിഫ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റിനകത്ത് എന്ത് ചെയ്തേക്കുവാണ്? ഒരു ബോക്സ് ഹാങ് ചെയ്തേക്കുവാണ്. നമുക്കറിയാം സ്ട്രിങ് വരുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോർമൽ ഇല്ല. എന്തുകൊണ്ടാണ് ഇവിടെ നോർമൽ ഇല്ലാതെ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇത് രണ്ട് ബോൾസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് നോർമൽ വരിക. ഇവിടെ നോർമൽ ഉണ്ടോ? ഇവിടെ 2 സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ നമുക്കറിയാം ഒബ്ജക്റ്റിന് എവയാണ് എപ്പോഴും ടെൻഷൻ വരിക. സോ ഈ ഒരു ബോക്സിന് എവേ ഇവിടെ ടെൻഷൻ ഉണ്ട്. രണ്ടും ഒരേ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ടെൻഷൻ സെയിം ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം എപ്പോഴും ഒരു മാസമുള്ള സാധനം താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് mg 2 × 10 20. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഇത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് ആക്സലറേറ്റ് ചെയ്യുക. നമ്മുടെ ഈ ബോഡി ലിഫ്റ്റ് മുകളിലോട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ നമുക്ക് 20 = t എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? F net = ma എന്ന് പറയുന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് പ്രകാരം F net ഇവിടെ എന്താ? മുകളിലോട്ടല്ലേ പോണേ. അപ്പോൾ t - 20 = m എത്ര? 2. a എത്ര? 2. കണ്ടോ? t =
20 അപ്പുറം കൊണ്ടുപോകുമ്പോൾ 4 + 20 ദാറ്റ് ഈസ് 24 ന്യൂട്ടൺ എന്ന് കിട്ടും. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ സോ സെയിം മോഡൽ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഒന്ന് ഇക്വേഷൻ എന്ന് ഉപയോഗിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. 2 സിമ്പിൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. ഏത് ചെയ്താലും നിൽക്കും ആൻസർ കിട്ടും. ഓക്കെ സോ 2 മറിഞ്ഞിരിക്കുക നല്ലതാണ്. സോ ഞാനിവിടെ നമ്മുടെ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ സോ ക്വസ്റ്റ്യൻ ഇതാണ്. 2 ബോക്സുകൾ തറയിൽ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഫ്രിക്ഷൻ ഇല്ലാത്ത കേസാണ്. ഓക്കെ ഫ്രിക്ഷൻ വരുമ്പോൾ ഈ കളിയൊക്കെ മാറും. അത് നമുക്ക് അന്നേരം പഠിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എടുത്ത് പറയും ഫ്രിക്ഷൻ ഇല്ല എന്ന്. ഓക്കെ സോ 2 ബോക്സുകൾ നമ്മുടെ ഒരു സ്മൂത്ത് ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ബോക്സിന് എന്ത് ചെയ്യുകയാണ്? തള്ളി കൊടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആക്സിലറേഷൻ. നമുക്കറിയാം ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ആക്സിലറേഷൻ എന്തായാലും ഉണ്ടാവും. ഏത് ഡയറക്ഷനിൽ? എഫ് നെറ്റിന്റെ ഡയറക്ഷനിൽ. ഇവിടെ ആകെയുള്ള ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. സോ അങ്ങോട്ട് തന്നെ ആയിരിക്കും എന്ത് പോവുക? ബോക്സ് പോവുക. അതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൗ ടു ഫൈൻഡ് ദിസ് ആൻസർ? ഓക്കെ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 ബോക്സുകളിനകത്തുള്ള ഫോഴ്സുകൾ എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കുക. ഓക്കെ 2 ബോക്സിനകത്തുള്ള ഫോഴ്സുകൾ വരച്ചു. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? 2 ബോക്സിനെ വേറെ വരച്ചു. ടച്ച് ചെയ്തിരിക്കുവാണ്. ഞാനത് ഫോഴ്സുകൾ വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വേറെ വരച്ചു. ഓക്കെ ശ്രദ്ധിച്ചേക്കണേ. നമുക്കറിയാം താഴോട്ട് എം ജി ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ 30, ഇവിടെ 20. ഓക്കെ മുകളിലോട്ട് നോർമൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മുകളിലോട്ടും താഴോട്ടും ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഈ ഡയറക്ഷനിലേ ഉള്ളൂ. ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ഇല്ല. സോ ഇവർ 2 പേരും എന്ത് ചെയ്തു പോകും? കട്ട് ചെയ്തു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സിലറേഷൻ ഇല്ലല്ലോ. സോ ഈ ഒരു ബോക്സ് മുകളിലോട്ടോ താഴോട്ടോ പോകത്തില്ല എന്ന് മനസ്സിലായി. സോ ഇവിടെയും കട്ട് ചെയ്ത് പോകും. ഓക്കെ അപ്പോൾ ഈ ഫോഴ്സിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഈ നോർമൽ റിയാക്ഷനും ഈ ഒരു മാസിനും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ളത് ആർക്കാ? നമുക്കറിയാം ഈ 2 സർഫസുകൾ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റിലിരുന്നതാണ്. കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ എന്ത് വരും? അവിടെ നോർമൽ റിയാക്ഷൻ വരും. ഇനി എൻ്റെ ചോദ്യം, ഈ ഇരിക്കുന്ന നോർമൽ റിയാക്ഷന്റെയും ഇവിടെ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷന്റെ വാല്യൂ സെയിം ആണോ? അല്ല. ശ്രദ്ധിച്ചേക്കാം. ഈ നോർമൽ റിയാക്ഷൻ വന്നത് ഈ 2 സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നതിനെ കൊണ്ടാണ്. ഈ നോർമൽ റിയാക്ഷൻ വന്നത് ഈ 2 സർഫസുകൾ കോണ്ടാക്റ്റിൽ വന്നതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? സോ ആ നോർമൽ റിയാക്ഷൻ ആയിരിക്കില്ല ഈ 2 സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ. സർഫസുകൾ മാറുമ്പോൾ നോർമൽ റിയാക്ഷൻ മാറും. സോ അതിനർത്ഥം ഈ നോർമൽ റിയാക്ഷൻ ആയിരിക്കില്ല ഈ നോർമൽ റിയാക്ഷൻ. ഇത് 2 വേറെ വാല്യൂ. ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷനും വേറെ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷനും വേറെ ആയിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ 2 സാധനം കോണ്ടാക്റ്റിലായിരുന്നു പരസ്പരം. അപ്പോൾ ഈ ബോക്സ് കാരണം ഇതിന് നോർമൽ റിയാക്ഷൻ കിട്ടൂലടാ. എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഈ ബോക്സ് കാരണം ഇതിന് നോർമൽ റിയാക്ഷൻ കിട്ടൂലടാ. അത് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അത് നമുക്ക് 2 വരയ്ക്കാം. ഓക്കെ സോ ഈ ബോക്സിന് നോർമൽ റിയാക്ഷൻ കിട്ടി ഇതാ ഇങ്ങനെ N3. ഈ ബോക്സിന് അങ്ങോട്ട് നോർമൽ റിയാക്ഷൻ കിട്ടി N2 N3. 2 ഒരേ സർഫസ് അല്ലടാ. 2 സർഫസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത് ഈക്വൽ ആയിരിക്കും. ഇത് N3 ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് ഇങ്ങോട്ട് N3, അവൻ അങ്ങോട്ട് N3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെയ്യാം. നമുക്കിനി ഓരോ ബോക്സ് എടുത്ത് ചെയ്യാം. നോക്കൂ, ഞാൻ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ബോക്സ് വരയ്ക്കും. 3 kg ബോക്സ് വരയ്ക്കും. ഓക്കെ 3 kg എന്തൊക്കെയാണുള്ളത്? 10 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ ഇങ്ങോട്ട് N3 ആക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചേക്കണേ. നമുക്കറിയാം ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലോട്ടാണ്? ആ ഡയറക്ഷനിലോട്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ 2 ബോക്സിന്റെ ആക്സിലറേഷൻ സെയിം തന്നെ ആയിരിക്കും? കാരണം അത് 2 ഒരുമിച്ച് പോകുന്ന ആൾക്കാർ, 2 ചേർന്നിരിക്കുന്ന ആൾക്കാരല്ലേ, 2 ഒരുമിച്ച് പോകുന്നതല്ലേ. അപ്പോൾ 2 ആക്സിലറേഷൻ എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ പറയണം. നമ്മുടെ ഇക്വേഷൻ എന്താ? F net = ma അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ഈ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എന്താണ്ടേ
10 മൈനസ് ഇങ്ങോട്ട് n3 ഇസ് ഈക്വൽ ടു m എത്ര 3 ഇൻറ്റു a ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? അടുത്ത ഇതേപോലെ സെക്കൻഡ് ബോക്സിൻ്റെ ഇക്വേഷൻ എഴുത്. സെക്കൻഡ് ബോക്സിൻ്റെ ഇക്വേഷൻ എഴുതാം നമുക്ക്. ഈ ബോക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. നോക്കോ, ഇങ്ങോട്ട് n3, ഓക്കെ, ഇങ്ങോട്ട് ഒന്നുമില്ല, ഇങ്ങോട്ട് ഒന്നുമില്ല. സോ എഫ് നെറ്റ് ഇവിടെ ആകെ ഉണ്ടാകുന്ന എഫ് നെറ്റ് എന്താ? n3 മാത്രമേ ഉള്ളൂ. നമുക്ക് എഴുതാം n3 ഇസ് ഈക്വൽ ടു എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ n3 മാത്രമേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു m 2 ഇൻറ്റു a. ക്ലിയർ ആണോ? നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇതിനോട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് രണ്ട് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതുകയാണ്. 10 മൈനസ് n3 ഇസ് ഈക്വൽ ടു 3a, n3 ഇസ് ഈക്വൽ ടു 2a. കണ്ടോ, ഇവിടെ മൈനസ് n3 ആണ്, ഇവിടെ പ്ലസ് n3 ആണ്. ഇവിടെ മൈനസ് n3 ആണ്, ഇവിടെ പ്ലസ് n3 ആണ്. എന്നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകത്തില്ലടാ. എന്നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകത്തില്ല, ഒരു വേരിയബിൾ അങ്ങ് പോകത്തില്ലേ. സോ ഞാൻ അതിനെ ആഡ് ചെയ്യുന്നു. സോ 10 പ്ലസ് ഒന്നുമില്ല ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി. മൈനസ് n3 പ്ലസ് n3 ക്യാൻസൽ ആയി പോയി. ഇസ് ഈക്വൽ ടു 3a പ്ലസ് 2a 5a. 5നെ ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ a ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ആക്സിലറേഷൻ എത്ര കിട്ടി? ആക്സിലറേഷൻ എത്ര കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒന്നുമില്ല, ഞാനിവിടെ ചെയ്ത ഒരേ ഒരു കാര്യമുള്ളൂ. നമ്മുടെ രണ്ട് ബോക്സിനെ അകത്തി വെച്ചിട്ട് അതിനകത്തുണ്ടാകുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. നമ്മളിവിടെ നെറ്റ് ഫോഴ്സ് കൊടുക്കുന്നത് y ഡയറക്ഷൻ ലൈനെ കൊണ്ട്, ഈ ഡയറക്ഷൻ ലൈനെ കൊണ്ട് മുകളിലോട്ട് തായിട്ടുള്ള മോഷൻ ഉണ്ടാവുന്നില്ല. ഇവിടെ 30 n1 കട്ടായി പോകുന്നു, ഇവിടെ 20 n1 കട്ടായി പോകുന്നു. മോഷനുള്ള ഡയറക്ഷനിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടോ നമ്മൾ നോക്കി. ഈ ബോക്സിനകത്ത് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആയതിനെ കൊണ്ട്, ടച്ച് ചെയ്തിരിക്കുന്നതിനെ കൊണ്ട് അവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു നോർമൽ റിയാക്ഷൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഉണ്ടാവും. ഓക്കെ, യവൻ കാരണം യവൻ ഇങ്ങോട്ട് നോർമൽ റിയാക്ഷൻ കിട്ടും, ഇവൻ കാരണം യവൻ ഇങ്ങോട്ട് നോർമൽ റിയാക്ഷൻ കിട്ടും. അതാണ് നമ്മളിവിടെ n3 അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? n3 അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞ ഇക്വേഷൻ രണ്ട് ബോക്സിന്റെ എടുത്ത് എഴുതി. എന്നിട്ട് ആ രണ്ട് ബോക്സിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? a ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതാണ് നമ്മൾ പ്രോബ്ലം. ഇനി ഇതൊരു രീതിയാണ്, ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയാണ്. ഓക്കെ, ഇക്വേഷൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു? ഓരോ ബോക്സും എടുത്തിട്ട് അതിനകത്തുള്ള ഫോഴ്സുകൾ അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഇനി ഇതിനേക്കാൾ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട്. നോക്കി, ഇത് രണ്ട് കണക്ട് ആയിട്ടിരിക്കുമല്ലേ, മീൻസ് ഒരുമിച്ച് ചേർന്നിരിക്കുമല്ലേ. സോ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു സിസ്റ്റമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തെന്താ കുഴപ്പം? ഞാൻ എന്ത് ചെയ്തു? ഇതിനൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തു. നോക്കെ, ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തു. രണ്ടുകൂടെ ചേരുമ്പോൾ 3 + 2 kg 5 kg ആയിട്ട് മാറി. ഇതിനകത്ത് ആകെയുള്ള ഫോഴ്സ് എന്താ? 10 ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? നോക്ക്, താഴോട്ട് എത്ര ഉണ്ട്? 50 ഉണ്ട്, മുകളിലോട്ട് n ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് ആക്സിലറേഷൻ ഒന്നുമില്ലല്ലോ. ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിൽ ഉണ്ടാവുക? എഫിനെറ്റ് ഇങ്ങോട്ടാണുള്ളത്. അപ്പോൾ ആക്സിലറേഷൻ ഈ ഡയറക്ഷനില്ല. സോ ഇത് രണ്ടും എന്തായി പോകും? ക്യാൻസലായി പോകും. ഇനി ബാക്കി എന്താ ഉള്ളത്? ബാക്കി എന്താ നോക്കി, ഇത് 5 kg ആണ്. 3 + 2 5 kg. ഓക്കെ, 10 ന്യൂട്ടൺ ഇങ്ങോട്ടുണ്ട്, വേറെ ഫോഴ്സ് ഒന്നും ഇല്ല. സോ പറ, നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ. മാസ് എത്ര? 5. എഫ് നെറ്റ് എത്ര? 10 അല്ലെ? ആകെയുള്ള നെറ്റ് ഫോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. 10 ഈക്വൽ ടു 5a. a ഈസ് ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ, കിട്ടി. സിമ്പിൾ. രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, ഇത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചില കേസിൽ എക്സെപ്ഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മെത്തേഡ് പഠിപ്പിച്ചത്. ഇതാവുമ്പോൾ ഏത് കേസ് വന്നാലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചില സ്ഥലത്ത് പണി വരും. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ്. ഞാനിവിടെ ചെയ്ത കാര്യം, ഇവിടെ 2 ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? 2 ബോക്സിനോട് ഒറ്റ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു, ഒറ്റ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ എന്തായി? 3 2 5 കിലോയുടെ ഒരു ബോക്സ്. അതിനകത്ത് ആകെ ഉള്ളത് 10 ന്യൂട്ടൺ ഫോഴ്സ് മാത്രമാണ്. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു m ആണ്. 10 ഈസ് ഈക്വൽ ടു 5 × a. ഈസ് ഈക്വൽ 10/5. സിമ്പിൾ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് നോക്കുക. രണ്ട് രീതിയിലും ചെയ്ത് നോക്കുക, രണ്ട് മെത്തേഡും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ,
സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ, ഈ വീഡിയോ കാണാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ബുക്കും പേനായിട്ട് അല്ലാണ്ട് വെറുതെ ഇരുന്ന് സമയം കളയരുത്. നിങ്ങൾ എത്രത്തോളം എഴുതുന്നു അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, വെറുതെ സമയം കളയരുത്. സോ ബുക്കും പേനായിട്ട് വന്നിരിക്കുക. ഓക്കെ, സോ ചെയ്ത് പോവാം. നിങ്ങൾക്ക് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഇത് നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, ഈ ഒരു 2 സ്ട്രിങ് വെച്ച് 2 ബോക്സിനെ കണക്ട് ചെയ്തേക്കുവാണ്. എന്ത് ചെയ്തേക്കുന്നു, അതിനെ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് വലിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടെൻഷൻ എന്ത്, സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ എന്താണ് ആണ് ചോദിച്ചേക്കുന്നത്. സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നിങ്ങളത് പോസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും 2 മെത്തേഡ് വഴി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നമുക്കറിയാം 2 ബോക്സുകളുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ എന്തുണ്ടാവും, ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും എങ്ങനെ ടെൻഷൻ ഉണ്ടാവുക, എവേ ഫ്രം ദ ഒബ്ജക്റ്റ്. ഇതാണ്ട് 10 T, ഇവിടുന്ന് T. ഓക്കെ അല്ലേ, ഒരേ സ്ട്രിങ് ആയതുകൊണ്ട് ടെൻഷൻ സെയിം ആയിരിക്കും. ഇനി ഇവിടെ ആകെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ന്യൂട്ടൺ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഓക്കെ അല്ലേ, സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഓരോ ബോക്സിനെ വേറെ നോക്കിയിട്ട് അതിനകത്തുള്ള നെറ്റ് ഫോഴ്സ് എടുത്തെഴുതി ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബോക്സ് 3 kg. ഓക്കെ, നമുക്കറിയാം എന്തായാലും ഫോഴ്സ് ഇങ്ങോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. 2 പേർക്കും ഒരേ ആക്സലറേഷൻ തന്നെ ആയിരിക്കും അല്ലേ, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, 2 പേർക്കും വേറെ ആക്സലറേഷൻ എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന് ആക്സലറേഷൻ കൂടുതലും ഇതിന് ആക്സലറേഷൻ കുറവാണെങ്കിൽ ഇത് ഒരേപോലെ സഞ്ചരിക്കും. 2 കയർ വെച്ച് കെട്ടിയേക്കുമല്ലടാ. ഇയാൾക്ക് ആക്സലറേഷൻ കൂടുതലും ഇയാൾക്ക് ആക്സലറേഷൻ കുറവാണെങ്കിൽ 2 കയർ എന്ത് ചെയ്യും, വലിഞ്ഞ് പൊട്ടും. ഒരാൾ സ്പീഡ് നോക്കി നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ 2 പേരെ തമ്മിൽ കയർ കെട്ടിയിട്ട്, ഓക്കെ, ഒരാൾ സ്പീഡിൽ ഓടുന്നു, മറ്റേ ആൾക്ക് അത്ര സ്പീഡ് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് പറ്റും, ഈ കയർ വലിയും. കയർ വലിഞ്ഞ് ടയർ എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. നമ്മൾ ഇങ്ങനത്തുള്ള കേസിൽ സ്ട്രിങ് ഈസ് ഇൻഎക്സ്റ്റെൻസിബിൾ എന്ന് നമ്മൾ പറയാം. ഓക്കെ അല്ലേ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന അസംഷൻ സ്ട്രിങ് ഈസ് ഇൻഎക്സ്റ്റെൻസിബിൾ. ഇത് വലിയുന്ന സ്ട്രിങ് അല്ല, പൊട്ടുന്ന സ്ട്രിങ് അല്ല, മാസ് ഉള്ള സ്ട്രിങ് അല്ല. സോ അതുകൊണ്ട് തന്നെ 2 പേര് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരേ വെലോസിറ്റി അല്ല, ഒരേ ആക്സിലറേഷൻ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 പേരും ഒരുമിച്ചാണ് പോണത്, 2 പേരും ഒരേ സ്പീഡിലാണ്, ഒരേ ആക്സിലറേഷനിലാണ് പോണത് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 kg ഫോഴ്സ് എന്തൊക്കെയാണ്, ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ, ദാറ്റ് ഇസ് T1. ഓക്കെ അല്ലേ, നമുക്കറിയാം ഈ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 30യും എന്നൊക്കെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. കാരണം അങ്ങോട്ട് ഫോഴ്സ് ഒന്നും ഇല്ല, ഇവർ 2 പേരും തമ്മിൽ പരസ്പരം ക്യാൻസലായി പൊക്കോളും. അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പോൾ നോക്കൂ, അപ്പോൾ 3 kg ആണ് ടെൻഷൻ, T ടെൻഷൻ വെച്ച് വലിക്കുവാണ്. ഓക്കെ അല്ലേ, ഇവിടുത്തെ ഇക്വേഷൻ എന്തോ F net is equal to M, ദാറ്റ് ഈസ് ഇവിടുത്തെ നമ്മൾ ആകെയുള്ള F net എന്താ, T ആണ്, ഈക്വൽ ടു M എത്ര, 3 ആണ്, A ഇൻറ്റു A. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഈ ബ്ലോക്ക് എടുക്കുക, രണ്ടാമത്തെ ബോക്സ് 2 kg. ഓക്കെ അല്ലേ, നമുക്കറിയാം 2 kg ഇതാ ഇങ്ങോട്ട് ടെൻഷൻ കിടക്കണം കേട്ടോ. T ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ട് 10 ന്യൂട്ടൺ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്തോ F net is equal to MA. എങ്ങോട്ട് ആക്സിലറേഷൻ, ഇങ്ങോട്ടല്ലേ, അപ്പോൾ 10N minus T is equal to MA. M എത്ര, 2 into 2 ഇക്വേഷൻ കിട്ടി നമുക്ക്. 2 ഇക്വേഷനോടെ ചേർക്കാം. T is equal to 3A, 10 minus T is equal to 2A. ഉണ്ടോ, 10 minus T is equal to 2A. ഇത് പ്ലസ് ഇത് മൈനസ് അല്ലേ, ഇത് സോൾവ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, 2 ക്യാൻസൽ ആയി പോകും. 10 is equal to 5A എന്ന് കിട്ടും. A is equal to 2 meter per second square എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ വേറെ ബോക്സുകൾ എടുത്തതിന് ശേഷം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ എന്ത് ചെയ്യുക നോക്കി, ഇത് കണക്റ്റഡ് അല്ലടാ ഇത് പരസ്പരം കണക്റ്റഡ് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം ഇത്രയും ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരൊറ്റ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഒറ്റ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്, ഒറ്റ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 3 kgയും ഒരു 2 kgയും അല്ലേ. ഇതിന് എന്ത് ചെയ്യുന്നു, 10 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങോട്ട് വലിക്കുന്നു, ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. സോ നെറ്റ് ഫോഴ്സ് 10 ഈക്വൽ ടു മാസ് 5 ഇൻറ്റു A. ദാറ്റ് ഈസ് ഇങ്ങോട്ട് വരുമ്പോൾ 10/5 is equal to A, that is 2 meter per second square. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. എന്തുകൊണ്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റിയത്,
കാരണം ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. പരസ്പരം കണക്റ്റഡ് ആകുമ്പോൾ ഒരേ ആക്സലറേഷനിലാണ് അവർ മൂവ് ചെയ്യുക. അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് ഇസിക്കൽ ടു എം എന്ന് പറഞ്ഞ ഡയറക്റ്റ് ഇക്വേഷൻ രണ്ടുപേരെ ക്ലബ് ചെയ്ത് ഒന്നാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, എഫ് ഇസിക്കൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ്, അങ്ങനെയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ബ്ലോക്ക് എടുത്തിട്ട് ചെയ്യാം. ചില കേസിൽ ആ ഓരോ ബ്ലോക്ക് എടുത്ത് ചെയ്യുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. ഇവിടെ നമുക്ക് എല്ലാവരും പരസ്പരം കണക്ട് ചെയ്തേക്കുക. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ. ഇവിടെ നെറ്റ് ഫോഴ്സ് എത്ര, ആകെ ഒരു 30 ന്യൂട്ടൺ മാത്രമേ അങ്ങോട്ട് വലിക്കുന്നുള്ളൂ. 30 ഈസ് ഈക്വൽ ടു എം എത്ര, മാസ് എത്ര, 3 + 2 5 5 + 1 6 A. സോ എത്ര കിട്ടും, A ഈസ് ഈക്വൽ ടു 30/6, ദാറ്റ് ഈസ് 5 m/s². ആക്സലറേഷൻ എത്ര ഇവിടുത്തെ, 5 m/s². കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അടപ്പോത്തീസ് ഇവിടുത്തെ കേസ് ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് വരാറുണ്ട് നീറ്റിനും കീമിനും ജയിക്കുകയൊക്കെ. വെഡ്ജ് എന്ന് അതിനെ പറയാം, വെഡ്ജ്. ഇതിപ്പോൾ ഫിക്സ്ഡ് വെഡ്ജാണ്, മൂവ് ചെയ്യത്തില്ല. ഇത് ഇവിടെ തന്നെ അനങ്ങാൻ നിൽക്കും. മൂവബിൾ വെഡ്ജിന്റെ കേസും ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്കിപ്പോൾ ഫിക്സ്ഡ് വെഡ്ജ് നോക്കാം. സോ ഇത് നമുക്കറിയാൻ വേണ്ടി ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് 37 ഡിഗ്രി. ഓക്കെ അല്ലേ? സോ ഈ കേസ് നോക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സ് ഞാൻ ഒന്ന് മുകളിലോട്ട് വരയ്ക്കുകയാണ്. ഇതിന് വേണ്ടിയാണ്, എനിക്ക് ആ ഫോഴ്സസ് ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും കോൺടാക്റ്റിൽ ഇരിക്കുകയാണ്. ഫോഴ്സ് വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും മുകളിലോട്ട് വരയ്ക്കുന്നത് നമ്മുടെ സർഫസ് ആണ് ഇവിടെ. ഓക്കെ, നമുക്കറിയാം ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിനകത്തുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്? വെഡ്ജിൽ ഇങ്ങനെ ആ ഒരു ബോക്സ് 10 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. 10 kg ഉള്ള ബോക്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്? യെസ്, അബ്സല്യൂട്ട്ലി എല്ലാ മാസമുള്ള ഒബ്ജക്റ്റിനകത്ത് എന്തുണ്ടാവും, mg ഉണ്ടാവും. ഇനി mg എങ്ങനെ ആക്ട് ചെയ്യുക? സർഫസിന് പെർപെൻഡിക്കുലർ. ഇതാണ് നമ്മുടെ ഭൂമി അല്ലേ, ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുക, mg ആക്ട് ചെയ്യുക. സോ mg ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക, പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട്. സോ നമുക്കറിയാം ഗ്രാവിറ്റി ഓൾവേസ് അട്രാക്ട് ടു ദ സെന്റർ ഓഫ് എർത്ത്. സോ നമുക്കറിയാം താഴോട്ട് mg ഉണ്ട്, ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? താഴോട്ട് mg ഉണ്ട്. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ ഇവിടെ? യെസ്. ദിസ് ഈസ് ഇൻ കോണ്ടാക്ട് ബൈ ദ വേ. ഇത് രണ്ടുപേരും കോണ്ടാക്റ്റിലാണെങ്കിൽ ഏത് ഫോഴ്സ് ഉണ്ടാവും? യെസ്, രണ്ടുപേരും കോണ്ടാക്റ്റിലാണെങ്കിൽ ഏത് ഫോഴ്സ് ഉണ്ടാവും? നോർമൽ ഫ്രീ ആക്ഷൻ. നോർമൽ എങ്ങനെ ആക്ട് ചെയ്യുക, ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? എങ്ങനെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത്, ഏത് സർഫസിലാണോ കോണ്ടാക്ട് ചെയ്യുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ. ഓക്കെ അല്ലേ? സോ ഈ ഒരു വെഡ്ജ് കാരണം ബോക്സിനകത്തൊരു നോർമൽ ഉണ്ടായിട്ടുണ്ട്, ദാറ്റ് ഈസ് ദിസ്. ഓക്കെ, നോർമൽ. ഇനി ബോക്സ് കാരണം, ഈ ഒരു ബോക്സിന്റെ സർഫസ് കാരണം വെഡ്ജിനകത്ത് നോർമൽ ഉണ്ടാവുന്നുണ്ട്, ദാറ്റ് ഈസ് ദിസ്. കണ്ടോ, ഇവർ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ഈ mg, വൺ സെക്കൻഡ് ഞാനിതിൻ്റെ കനം ഒന്ന് കുറച്ചോട്ടെ. 1 സെക്കൻഡ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞത് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് mg ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ ഒരു കോണ്ടാക്റ്റിലുള്ള സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ n ആക്ട് ചെയ്യുന്നുണ്ട്. n ഇവിടെയും ഉണ്ട്. n. ഓക്കെ അല്ലേ? സോ ഞാൻ അതിനെ ഒന്ന് ഡോട്ടഡ് ലൈൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. mg ഇങ്ങോട്ട് ഇടാം. ശ്രദ്ധിച്ചേക്ക, ഞാൻ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ mg n ഒക്കെ കണ്ടുപിടിക്കണം. സോ ശ്രദ്ധിച്ചേക്കണേ പറയുന്നത്, വളരെ ശ്രദ്ധിച്ചേക്കാം. ഞാനിതാ ഈ പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ
ഇവിടെ ഉള്ള ഈ ഒരു എം ജിനെ ഞാൻ നേരെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു എം ജി നേരെ ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആണ് എം ജി. ഓക്കെ, ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആണ് എം ജി. സോ ഈ എം ജി താഴോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഇസ് 90. അപ്പോൾ ഇത് എത്ര ആയിരിക്കും കൂടാ? എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? യെസ്, ഇത് 90 ഇത് 37 ആണെങ്കിൽ ദിസ് ഇസ് 90 മൈനസ് 37, ദാറ്റ് ഇസ് 53 അല്ലേ. 53 ആണ്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് 53. ഓക്കെ, അപ്പോൾ ഇതെന്തുമായിരിക്കും? എന്തുമായിരിക്കും നോക്കി, ഇത് പെർപെൻഡിക്കുലർ ആണ് ഈ സർഫസിന് 90. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 37 ആയിരിക്കും. ഞാനത് വേറെ വരച്ച് കാണിച്ചു തരാം. 1 സെക്കൻഡ്. നമ്മുടെ വെഡ്ജ് താഴെ, ഇതാണ് നമ്മുടെ ബോക്സ് താഴെ. ഞാൻ ഇവിടെ തന്നെ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. സോ ഇവിടാണ് നമ്മുടെ ബോക്സ് ഇരിക്കുന്നത്, കണ്ടോ? ഇവിടാണ് നമ്മുടെ ബോക്സ് ഇരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എം ജി ആക്ട് ചെയ്യുക. ഓക്കെ, താണ്ടെ എം ജി, ബോക്സിനകത്തുള്ള മാസ് എം ജി. ഓക്കെ, ഇനി ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക? നോർമൽ ആക്ട് ചെയ്യുക. സോ നോർമൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടുത്തെ ആംഗിൾ 37 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 90. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തുമായിരിക്കും? സ്വാഭാവികമായിട്ടും യെസ് 90 മൈനസ് 37 ആയിരിക്കും, ദാറ്റ് ഈസ് 53 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയത് കാരണം ഇവിടെയും 53 ആയിരിക്കും. ഇത് നമുക്കറിയാം, ഇത് പെർപെൻഡിക്കുലർ ആണ് 90. സോ ഈ ആംഗിൾ എന്തുമായിരിക്കും? ആംഗിൾ 37 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ, 37 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, 37 ഡിഗ്രി ആയിരിക്കും. 37 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ. സോ ഇത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. This angle is 37. This is opposite angle, so it is 53. This is perpendicular, so 90. Okay, so clear ആണ്. This is mg, this is mg, this is normal. അത് വെഡ്ജിനകത്ത് ആക്ട് ചെയ്യുന്നത്. This is normal. Okay അല്ലേ. സോ ഇവിടെ നമ്മുടെ എം ജി ഒരു 37 ഡിഗ്രി ആംഗിളിനകത്താണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു നമുക്കറിയാം, അപ്പോൾ ഒരു ബോഡീനെ എടുത്തിട്ട് ആ ബോഡീനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ശ്രദ്ധിക്കുക, ഞാൻ ഈ ഒരു ബോക്സ് മാത്രം എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ബോക്സ് മാത്രം എടുക്കുമ്പോൾ ഓക്കെ, ഈ എം ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് നമ്മുടെ എൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാര്യം. നമുക്കറിയാം ഈ ആംഗിള് 37 ഡിഗ്രി ആണ് ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ ആംഗിൾ, ദിസ് ഈസ് ആൻ ഇൻക്ലൈൻഡ് വെക്ടർ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആംഗിളിൻ്റെ സൈഡിലോട്ടുള്ള കമ്പോണന്റ് എന്തായിരിക്കും? എം ജി കോസ് തീറ്റ. ആംഗിൾ ഇല്ലാത്ത സൈഡിലോട്ടുള്ള കമ്പോണന്റ് എം ജി സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 37, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 37. കണ്ടോ? ഇനി നമുക്ക് ചെയ്തുകൂടെ? ഇത് നമുക്കറിയാം, ഇതും പരസ്പരം എന്തായി പോവും? ക്യാൻസൽ ആയി പോകും. സോ അതും ക്യാൻസൽ ആയി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ n is equal to
n is equal to എന്ത് കിട്ടും, mg cos 37. ഓക്കെ അല്ലേ? എം എന്ന് പറഞ്ഞാൽ അവിടെ മാസം വന്നിട്ടുണ്ടോ? യെസ്, 10. സോ 100 cos 37. സോ n is equal to 100 into cos 37 എത്ര? 4/5. 100 into 4/5. 520. സോ 18 കിട്ടും. നോർമൽ എത്ര കിട്ടി? നോർമൽ 18 കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എത്ര നേരം പറഞ്ഞു ആക്സിലറേഷൻ്റെ ഡയറക്ഷനിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടി. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ n is equal to എന്താണ് n is equal to mg cos θ എന്നതിൻ്റെ കാരണം ഈ ബ്ലോക്ക് ഈ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഇല്ല. ഈ ബ്ലോക്കിന് ഈ വെഡ്ജും പൊളിച്ച് അകത്തോട്ട് കയറി പോകും ഇല്ല. ഈ ബ്ലോക്കിന് ഏത് ഡയറക്ഷനിലെ മൂവ്മെന്റ് ഉള്ളൂ? ഈ ഡയറക്ഷനിലെ മൂവ്മെന്റ് ഉള്ളൂ. ഇങ്ങോട്ടാണ് ഇതിന്റെ ആക്സലറേഷൻ. ഈ വെഡ്ജ് ഉരുണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. സോ ഇങ്ങോട്ടാണ് ആക്സലറേഷൻ. ഈ ഒരു ആക്സിൽ ഇതിന്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ മാത്രമുള്ള ആക്സലറേഷൻ. ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ് ഏതാ? ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ് ഈ കമ്പോണന്റ് ആണ്. ദാറ്റ് ഈസ് mg sin 37. ഈ ബോക്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഫോഴ്സ് mg sin 37 ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? ഇവിടുത്തെ ആക്സിലറേഷൻ m എടുത്ത് മാറ്റിയാൽ മതി, g sin 37 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സോ ഈ ബോക്സിനകത്ത് ഈ ഡയറക്ഷനിൽ എന്തില്ല? മോഷൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ n is equal to ഈ ഒരു സാധനം ഇവിടെ കിട്ടി mg cos θ എന്ന് എഴുതിയത്. ഈ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്. ഈ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്. ആ മോഷനാണ് mg sin θ. അവിടുത്തെ നെറ്റ് ഫോഴ്സ് ആണ് mg sin 37. നമുക്കറിയാം എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു എ ആണ്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എഫ് നെറ്റ് ഡിവൈഡ് ബൈ എം ചെയ്താൽ മതി. എഫ് നെറ്റ് എത്ര ഇവിടെ? mg sin 37 ഡിവൈഡ് ബൈ എം കട്ട് ചെയ്തും g sin 37 കിട്ടും. സോ ഇവിടുത്തെ എ ആക്സിലറേഷൻ g sin 37. ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതേപോലെ വെഡ്ജിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എപ്പോഴും g sin θ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വെഡ്ജിനകത്ത് വരുമ്പോൾ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ എപ്പോഴും g sin θ ആയിരിക്കും. g sin θ. ഓക്കെ അല്ലേ? അത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ട്രൂ വെയിറ്റ് ആൻഡ് അപ്പാരൻ്റ് വെയിറ്റ്. ശ്രദ്ധിക്കുക, എന്താണ് ട്രൂ വെയിറ്റ്? ട്രൂ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജിന്ന് വിളിക്കുന്ന പേരാണ് ട്രൂ വെയിറ്റ്. ഒരാളുടെ mg ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്ന പേരാണ് ട്രൂ വെയിറ്റ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ട്രൂ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg. ഓക്കെ, വെയിറ്റ് റെപ്രസെൻറ്റഡ് ബൈ എ മെഷീൻ ഈസ് കാൾഡ് അപ്പാരൻ്റ് വെയിറ്റ്. ഒരു മെഷീനിൽ കാണിക്കുന്ന വെയിറ്റ്, ഒരു വെയിങ് മെഷീനിൽ കയറുന്ന കഴിഞ്ഞാൽ മെഷീനിൽ കാണിക്കുന്ന വെയിറ്റ് ആണ് അപ്പാരൻ്റ് വെയിറ്റ്. അതെപ്പോഴും നമ്മുടെ നോർമൽ റിയാക്ഷൻ ഈക്വൽ ആയിരിക്കും. ആക്ച്വലി ഒരു മെഷീനിൽ നമ്മൾ കയറിയുന്ന വെയിറ്റ് എടുക്കുമ്പോൾ ആ മെഷീനിൽ നമ്മുടെ നോർമൽ റിയാക്ഷൻ്റെ വെയിറ്റ് ആണ് ശരിക്കും കാണിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലൊരു വെയിങ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ വെയിങ് മെഷീൻ എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ വാല്യൂ എഴുതി കാണിക്കുന്നു. ഓക്കെ, എൻ്റെ കയ്യിൽ ഞാനൊരു ബോക്സ് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഞാൻ ബോക്സ് ഇവിടെ വെച്ചേക്കാം. ഞാൻ ടച്ച് ചെയ്യിപ്പിക്കുന്നില്ല, ടച്ച് ചെയ്തിരിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം ഈ ബോക്സിനകത്ത് താഴോട്ടൊരു mg ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ ഈ ബോക്സിൻ്റെ ഈ ഒരു സർഫസും ഈ സർഫസ് കോണ്ടാക്ട് ലൈനെ കൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു n ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സും ബോഡിക്കകത്താണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ ഇതിനകത്ത് വെക്കുന്നത് ആ ബോഡിക്കകത്താണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം ഇതിനും ഉണ്ടാവും, ഈ സർഫസ് കാരണം ഇതിനും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മെഷീന് കിട്ടുന്നത് എന്താണ്? നോർമൽ ഫോഴ്സ് ആണ്. അപ്പോൾ ആ മെഷീനകത്ത് എക്സേർട്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെ അളന്നിട്ടാണ് മെഷീൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് കാണിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരൻ്റ് വെയിറ്റ്.
ഓക്കെ അല്ലേ? അതിന് വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് വെയിറ്റ്. നോർമലി ഒരു മെഷീൻ, ഒരു വെയിങ് മെഷീൻ, ആ വെയിങ് മെഷീനിൽ കൊടുക്കുന്ന വെയിറ്റിനെ നോർമൽ റിയാക്ഷൻ അളന്നിട്ടാണ് അത് എന്ത് ചെയ്യുക, നോർമൽ റിയാക്ഷൻ അളന്നിട്ടാണ് നമ്മുടെ വെയിറ്റ് പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ഈക്വലാണ്. N ഈസ് ഈക്വൽ ടു എം ജി തന്നെ ആയിരിക്കും നമ്മുടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കിട്ടുന്ന നോർമൽ റിയാക്ഷൻ നമ്മുടെ ആക്ച്വൽ വെയിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? when we stand still our real weight അല്ലെങ്കിൽ our true weight is equal to apparent weight. ഓക്കെ അല്ലേ? സോ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഫൈൻഡ് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരാൾ ലിഫ്റ്റിൽ ഇരിക്കുവാണ്, ഒരാൾ ലിഫ്റ്റിൽ നിൽക്കുവാന്ന് വിചാരിക്കുക. ലിഫ്റ്റിൽ നിൽക്കുവാണ്, എന്നിട്ട് അയാൾക്ക് വെയിങ് മെഷീനിൽ കയറി നിൽക്കുവാണ്. ലിഫ്റ്റ് 2 മീറ്റർ പെർ സെക്കൻഡ് മുകളിലോട്ട് പോവാണ്. അതിനാണെങ്കിൽ അയാളുടെ അപ്പാരന്റ് വെയിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നോക്കാം. നമുക്കിവിടെ ആദ്യം ഫോഴ്സസ് വരയ്ക്കാം. നമുക്കറിയാം 3 kg ആണ്. ഓക്കെ, 3 kg. താഴോട്ട് എന്തുണ്ട്? mg ഉണ്ട്. മുകളിലോട്ട് എന്തുണ്ട്? n ഉണ്ട്. ഇനി പറ, ലിഫ്റ്റ് മുകളിലോട്ടല്ലേ പോകുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം ജി, ദാറ്റ് ഈസ് n മൈനസ് എം ജി. എം ജി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 30 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എ അല്ലേ? അപ്പോൾ n is equal to a എത്ര ഇവിടെ 2 ആണ് തന്നിട്ടുണ്ട്. 3 ഇൻറ്റു 2. a is equal to 36 എന്ന് കിട്ടും. ആക്ച്വലി ആളുടെ വെയിറ്റ് എത്ര? 30 ന്യൂട്ടൺ എന്നാണ് വരണ്ടേ, പക്ഷെ ആളുടെ വെയിറ്റ് എത്ര കിട്ടും? 36. 3 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ലിഫ്റ്റിൽ 2 മീറ്റർ സെക്കൻഡിൽ മുകളിലോട്ട് പോകുമ്പോൾ മെഷീനിൽ കാണിക്കാൻ പോകുന്ന വെയിറ്റ് 3.6 kg നേരം കാണിക്കാൻ പോകണം. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് 3.6 kg. ഓക്കെ, ഇവിടെ വാട്ട് ഈസ് അപ്പാരന്റ് വെയിറ്റ് ഹിയർ? ഇവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് എന്താ നോക്കോ? ഇവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് എന്താ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പോസ് ചെയ്തോ, ട്രൈ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ പറയാം, ക്വസ്റ്റ്യൻ ഒന്നും ഒരു പേന ചലിപ്പിക്കാതെ നമുക്കിവിടെ എഴുതാൻ പറ്റും. ഇവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് 0 ആണ്, ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ 0 ആണ്. ഇവിടെ ഈ ഒരു ബോക്സ് ഇതിനകത്ത് ടച്ചേ ചെയ്യുന്നില്ല. എങ്ങനെ മനസ്സിലായി? കാരണം ഈ ഒരു ലിഫ്റ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതായത് ഇയാൾ ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തറയിലോട്ട് ഒരു ബന്ധനമില്ലാതെ വീണുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരാൾക്ക് ഫ്രീ ഫോൾ ചെയ്യുവാണെങ്കിൽ ഈ ബോക്സ് വേറെ പോയിക്കൊണ്ടിരിക്കും, ലിഫ്റ്റ് വേറെ പോകും. അതായത് ബോക്സും ലിഫ്റ്റും തമ്മിൽ എന്ത് കാണില്ല? കണക്ഷൻ കാണില്ല. സോ ഫ്രീ ഫോൾ ചെയ്യുവാണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡോ 10 മീറ്റർ പെർ സെക്കൻഡ് മുകളിലോ ആണ് നമ്മുടെ ആക്സലറേഷൻ എങ്കിൽ അവിടെ ഫ്രീ ഫോൾ ആയിരിക്കും. ഫ്രീ ഫോളിൽ ഇവർ തമ്മിൽ കോണ്ടാക്ട് കാണില്ല. കോണ്ടാക്ട് കാണത്തില്ല എങ്കിൽ അവിടുത്തെ നോർമൽ റിയാക്ഷൻ 0 ആയിരിക്കും. എപ്പോഴും. പറഞ്ഞ മനസ്സിലായോ? സോ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ 0. സോ അപ്പാരന്റ് വെയിറ്റ് എത്ര ആയിരിക്കും? അപ്പാരന്റ് വെയിറ്റ് 0 ആയിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ കീം 2019 ചോദിച്ചൊരു ചോദ്യം വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. 2 masses connected in series with the 2 massless strings are hanging from a support as shown in figure. Find the tension in the upper string. മുകളിലുള്ള സ്ട്രിങ്ങിന്റെ ടെൻഷൻ കണ്ടുപിടിക്കാം. സോ നമുക്ക് ആദ്യം ഇവിടെ ഫോഴ്സസ് ഒന്ന് മേക്ക് ചെയ്യാം. ആദ്യം ഓക്കെ, അവിടുത്തെ ഫോഴ്സസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ടെൻഷൻ T1 എന്ന് കൊടുക്കാം. ഇത് ടെൻഷൻ T1, കാരണം ഒരേ സ്ട്രിങ് ആണ്. ഇത് വേറെ ടെൻഷനാണ്, ഇത് വേറെ ടെൻഷൻ T2. ഓക്കെ, ഇനി ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇനി വേറെ ഏതൊക്കെ ഫോഴ്സസ് ഉള്ളത് നമുക്കറിയാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ വെയിറ്റ് ഉണ്ട്, M2G. ഇതിനകത്തും വെയിറ്റ് ഇല്ലേ? 1 സെക്കൻഡ്. സോ ഇവിടെ T2 ഉണ്ട്. T2 കൂടാതെ ഇവിടെ MG ഉണ്ട്, M1G ഉണ്ട്. ഓക്കെ അല്ലേ? സോ M1G ഉണ്ട്, T2 ഉണ്ട്, ഇവിടെ T2 M2G. ഇത് ആദ്യം വരയ്ക്കും. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനേ പറ്റില്ല. ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം, M1G. ഓക്കെ അല്ലേ? സോ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം
അപ്പർ സ്ട്രിങ്ങിന് ടെൻഷൻ ഉണ്ടാവണം. അതായത് ഇതാ ഇവന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക. ആ ബ്ലോക്കിനകത്ത് ആരൊക്കെ ഉണ്ട് നോക്കേ, ഇതാണ് നമ്മുടെ M1. ആ ബ്ലോക്കിനകത്ത് ആരൊക്കെ ഉള്ളത്, താഴോട്ട് M1G ഉണ്ട്, അതേ സ്ട്രിങ്ങിൽ തന്നെ T2 ആക്റ്റീവ് ആണ്. മുകളിലോട്ടാണെങ്കിൽ ഒരു T1 മാത്രമേ ആക്റ്റീവ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എഴുതാം. തനങ്ങാൻ നിൽക്കുമല്ലേ, ആക്സലറേഷൻ ഒന്നും ചെയ്തല്ലോ. ഇക്വേഷൻ എഴുതാം. ഇതും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് T1 is equal to M1G plus T2 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനത്തെ ആൻസർ ഇവിടെ ഇല്ല. ഇങ്ങനെ ആൻസർ ഇവിടെ ഇല്ല. ഇവിടെ എല്ലാം എമ്മിൻ്റെ ടേംസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടീയുടെ ടേം നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഈ ടീയുടെ ടേം ഇതിൽ നിന്ന് മാറ്റണം. സോ അതിന് വേണ്ടി താഴത്തെ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക. താഴത്തെ ബ്ലോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, താഴത്തെ ബ്ലോക്ക് ഇതാണ് M2. ഓക്കെ, താഴോട്ട് എന്തുണ്ട്, M2G ഉണ്ട്. മുകളിലോട്ട് എന്താ ഉള്ളത്, മുകളിലോട്ട് എന്താ ഉള്ളത്, T2 ഉണ്ടോ. അപ്പോൾ ഇതും കട്ടായി പോകത്തില്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, T2 is equal to M2G എന്ന് കിട്ടും. ഈ T2ൻ്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, അപ്പോൾ T2ൻ്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T1 is equal to M1G plus T2ൻ്റെ വാല്യൂ എത്ര, M2G. ദാറ്റ് ഈസ് G കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 plus M2 എന്ന് കിട്ടും. സോ T1ൻ്റെ വാല്യൂ എത്ര കിട്ടി, G into M1 plus M2. M1 plus M2 into G. M1 plus M2 into G. ആൻസറായി. T1ൻ്റെ ക്വസ്റ്റ്യൻ ആണ് 2019 ഒക്കെയാണ് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ജെഇ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 3 blocks ABC, 3 ബ്ലോക്ക് ഉണ്ട് ABC. ഓക്കെ, so are pulled on a horizontal smooth surface by a force of 80 Newton. 80 Newton ഫോഴ്സ് വെച്ചിട്ട് ABC എന്ന് പറഞ്ഞ 3 ബ്ലോക്കിനെ പുൾ ചെയ്യാണ്. The tension T1 and T2 in the strings are respectively dash. T1 and T2 ടെൻഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ ഇവിടെ തരേണ്ടതാണ്. ഓക്കെ, ഞാൻ വരച്ചില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിനിൽ നിന്ന് ഫിഗർ മനസ്സിലാക്കി എടുക്കാം. 3 ബ്ലോക്ക് ഉണ്ട് ABC. ഓക്കെ, 3 ബ്ലോക്ക് ഉണ്ട്. 1 2 3 ABC കണ്ടോ. ഓക്കെ, ഓൺ എ ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസ്, ഒരു ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസിലാണ് ഉള്ളത്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഇരിക്കുകയാണ് 3 ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, പുൾഡ് ബൈ എ ഫോഴ്സ് 80 Newton. 80 Newton ഫോഴ്സിൽ പുള്ള് ചെയ്യുന്നതിന് 80 Newton ഫോഴ്സിൽ പുള്ള് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഫിഗർ നോക്കട്ടെ, കാരണം ഇതിനകത്ത് മാസ് ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സോ ഞാൻ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 1 second. ഫിഗർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 1 second. Is 5 kg, 3 kg, yes 2 kg. ഇതിനിടയിൽ സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ടെൻഷൻ T1 എന്നവർ വിളിച്ചു, ഇവിടുത്തെ ടെൻഷൻ T2 എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ, ദിസ് ഇസ് ABC. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം, ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫസിൽ കൂടെ ഒരു 80 Newton ഫോഴ്സ് വലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ T1 ഉം T2 എന്താണ്, അതായത് ഈ സ്ട്രിങ്ങിനകത്തുള്ള ടെൻഷൻ എന്താണ്, ഈ സ്ട്രിങ്ങിനകത്തുള്ള ടെൻഷൻ എന്താണ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് മാത്രം, ആ ഫുള്ളായിട്ടൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത മെത്തേഡ് മാത്രം പഠിച്ചവരാണെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം, ഓരോ ബ്ലോക്ക് കൊടുത്തിട്ട് അതിനകത്തുള്ള ഫോഴ്സുകൾ മാറ്റി വരയ്ക്കാം. നമുക്ക് ആദ്യം ഇതിനകത്തുള്ള മെയിൻ ഫോഴ്സുകൾ അളവെടുത്താം. സോ താഴോട്ട് മുകളിലുള്ള ഫോഴ്സ് നോക്കണ്ടല്ലോ, കാരണം താഴോട്ട് മുകളിലോട്ട് മോഷൻ ഇല്ലല്ലോ. നമുക്ക് ഇങ്ങോട്ടുള്ള ഫോഴ്സ് മാത്രം നോക്കാം. ടെൻഷൻ ഇങ്ങോട്ടുണ്ട്, ദാറ്റ് ഈസ് T1 ആണല്ലോ. ഇനി ഇവിടെയും ടെൻഷൻ ഇങ്ങോട്ടുണ്ട്. ഏതൊക്കെയാണ്, T2. ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട് F, ദാറ്റ് ഈസ് 80 Newton. ഓരോന്നെടുത്ത് വരയ്ക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ വരയ്ക്കുന്നു. ഫസ്റ്റ് ബ്ലോക്ക് 5 kg. അതിനകത്ത് ആകെ T1 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓക്കെ.
ഇത് മൂന്നും ഇങ്ങോട്ടാണല്ലോ നമ്മൾ വലിക്കുന്നത്. അപ്പോൾ മൂന്നും ഈ മോഷനിലാണ്. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷനിൽ അങ്ങോട്ടാണ് മൂവ് ചെയ്യുക. സോ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇതിൻ്റെ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്താ? ഇതാണ് ആകെയുള്ള എഫ് നെറ്റ്. T1 = ma അല്ലെ, എഫ് നെറ്റ് = ma. എം എത്ര? 5a. അടുത്ത രണ്ടാമത്തെ ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. 3 kg. ഏതൊക്കെ ഫോഴ്സാണ് ഉള്ളത്? ഇങ്ങോട്ടൊരു T1 ഉണ്ട്, ഇങ്ങോട്ടൊരു T2 ഉണ്ട്. മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊരു ഇക്വേഷൻ? T2 - T1 = m3a. ഓക്കെ, അടുത്ത ഇക്വേഷൻ. അടുത്ത 2 kg ബ്ലോക്ക്. 2 kg ബ്ലോക്കിൽ എങ്ങനെ? ഇങ്ങോട്ടൊരു 80 Newton എഫ് ഉണ്ട്, ഇങ്ങോട്ടൊരു T2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടല്ലേ ആക്സലറേഷൻ. സോ 80 - T2 = എത്ര? 2a. കണ്ടോ? നമുക്കറിയാം T1 എന്ന് പറഞ്ഞാൽ 5a ആണ്. T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5a ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിടാം. അപ്പോൾ എന്ത് കിട്ടും? T2 - 5a = 3a. ദാറ്റ് ഈസ് T2 = -5a 3a എന്ന് പറയുമ്പോൾ -5a അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 8a എന്ന് കിട്ടും. ഇവിടെ T2ൻ്റെ വാല്യൂ കിട്ടി. ഈ T2ൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കും. 80 - 8a = 2a. ദാറ്റ് ഈസ് 80 = -8a അപ്പുറം പോകുമ്പോൾ 10a എന്ന് കിട്ടും. ദാറ്റ് ഈസ് a = എത്ര കിട്ടും? a = എത്ര കിട്ടും? 8 എന്ന് കിട്ടും. കണ്ടോ? ഇനി ഈ എയുടെ വാല്യൂ എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ പോരെ ആൻസർ കിട്ടാൻ വേണ്ടി? T1 = അല്ലേ, T1 = 5 × a എത്ര? 8. എത്ര കിട്ടും? 14 കിട്ടും. T2 = 8 × a എത്ര? 8. എത്ര കിട്ടും? 8 × 64 എന്ന് കിട്ടും. 40 and 64 are the answers. 40 and 64 are the answers. കേട്ടോ? നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിമ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ കിട്ടും. വലിയ പാടൊന്നുമില്ല. ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ബ്ലോക്ക് എടുക്കുക. അതിൻ്റെ നമുക്കറിയാം ബേസിക് ഫോഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് പതുക്കെ ഇക്വേഷൻ സോൾവ് ചെയ്തു അവസാനം നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ യെസ്, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഓക്കെ, ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തു. ഓക്കെ, ഈ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ജെയും നല്ല രീതിയിൽ നല്ല ഏത് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പലരും പേര് സ്വപ്നമായിട്ടുള്ള പുള്ളി. സിമ്പിളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ പുള്ളി വലിയ പുള്ളിയൊന്നുമല്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും ഒരു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് സ്ട്രിങ്ങുകളെ ഒരു സ്ട്രിങ്ങിനെ പരസ്പരം കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് വരച്ച ആൻസർ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ വീർപ്പിക്കുന്നത് നോക്കും. ഓക്കെ, സോ ഇതൊരു പുള്ളിയാണ്. ഓക്കെ അല്ലേ? ഇത് ഒരു സ്ട്രിങ് ആണ്. ഈ കാണിക്കുന്നത് ഒരു സ്ട്രിങ് ആണ്. കണ്ടോ? ഇതൊരു സ്ട്രിങ് ആണ്. ഇതൊരൊറ്റ സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു വീലിനകത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇതൊരു മാസ് M1, ഇതൊരു മാസ് M2. ഓക്കെ അല്ലേ? സപ്പോസ് M2ൻ്റെ മാസ് കൂടുതലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? M2ൻ്റെ മൂവ്മെൻറ്റ് താഴോട്ടായിരിക്കും അല്ലേ? വെയിറ്റ് കൂടി താഴോട്ട് പോകും. സോ ഇവിടെ ആക്സിലറേഷൻ ഇങ്ങോട്ടും, അപ്പോൾ M1 എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ഇവിടുത്തെ ആക്സിലറേഷൻ ഇങ്ങോട്ട് വരും. അതിനനുസരിച്ച് വേണം നമ്മൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെയിറ്റ് ഉള്ള ഭാഗം താഴോട്ട് പോകും, വെയിറ്റ് ഇല്ലാത്ത ഭാഗം മുകളിലോട്ട് പോകും അല്ലേ? വെയിറ്റ് ഉള്ള ഭാഗം താഴോട്ട് പോകുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത ഭാഗം എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്തുള്ള ബേസിക് ഫോഴ്സ് ആദ്യം നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്കറിയാം മുകളിലോട്ട് എന്തുണ്ട്? ടെൻഷൻ ഉണ്ട്, ടി. താണ്ട ഈ ഇവിടെ നിന്ന് ഒരു ടെൻഷൻ ഉണ്ട്, ടി. ഇവിടെ നിന്ന് ഒരു ടെൻഷൻ ഉണ്ട്, ടി. എവേ ഫ്രം ദ ഒബ്ജക്റ്റ് ഇവിടുന്ന് ടെൻഷൻ ഉണ്ട്, ടി. ഓക്കെ അല്ലേ? ഇത് ഒരു സ്ട്രിങ് ആയതുകൊണ്ട് എല്ലാവരുടെ ടെൻഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ഇനി M1-ന്റെ മാസ് M1G, M2-ന്റെ മാസ് M2G ആയിരിക്കും. M1-ന്റെ മാസ് M1G-യും M2-ന്റെ മാസ് M2G-യും ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഞാനിവിടെ പറയാം, ഇവിടെ നമുക്ക് വെയിറ്റ് തന്നിട്ടില്ല, ഞാൻ അസ്യൂം ചെയ്യാം M2-ന് വെയിറ്റ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ M2-ന്റെ ആക്സലറേഷൻ താഴേക്കായിരിക്കും. M1 വെയിറ്റ് കുറവാണെങ്കിൽ, അതായത് M2 താഴോട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് M1 മുകളിലോട്ട് വരുമല്ലോ, രണ്ടും ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തേക്കും. ഇവിടുത്തെ ആക്സലറേഷൻ മുകളിലോട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്? നമുക്ക് നേരത്തെ എഴുതിയ പോലെ ഇതിൻ്റെ ഇക്വേഷൻ എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പോലെ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും എഴുതാൻ പോകുന്നത്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. നമുക്കറിയാം ഒരേ ഒരു ഇക്വേഷൻ, ഈ ചാപ്റ്റർ മൊത്തം ഒരേ ഒരു ഇക്വേഷൻ, F net is equal to ma. ഓക്കെ, ഇവിടുത്തെ F net എങ്ങോട്ടാണ്? താഴോട്ടാണ് ആക്സിലറേഷൻ. ഓക്കെ, താഴോട്ട് M2G ഉണ്ട്, മുകളിലോട്ട് T ഉണ്ട്. ഈ ബോഡി മാത്രം കൺസിഡർ ചെയ്യാം. താഴോട്ട് M2G ഉണ്ട്, മുകളിലോട്ട് T ഉണ്ട്. അപ്പോൾ എന്തൊരു ഇക്വേഷൻ? M2G മൈനസ് T is equal to M2 into A. F net is equal to ma. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇനി ഇവിടുത്തെ ഇക്വേഷൻ എന്താ? ഇത് മുകളിലോട്ടാണ് ആക്സിലറേഷൻ, കണ്ടോ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? T മൈനസ്, കണ്ടോ? T മൈനസ് M1G is equal to M1 into A net. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടെൻഷൻ ആണെങ്കിൽ ടെൻഷൻ ഇതാണ്, ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യുക. മാസ് ആണെങ്കിൽ മാസിൽ സോൾവ് ചെയ്യുക, ആക്സിലറേഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ സോൾവ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യും. ഞാനിപ്പോൾ എനിക്കൊരു ഐഡിയ തന്നതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ, പുള്ളിയുടെ ക്വസ്റ്റ്യൻ എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഒരു ഐഡിയ തന്നാണ്. നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം, അപ്പോൾ അത് ക്ലിയർ ആവും. അഗെയിൻ JEE മെയിൻസിലെ ക്വസ്റ്റ്യൻ. ഞാൻ JEE മെയിൻസിലെ ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും വേണ്ടി എടുക്കാനുള്ള കാരണം ഇതിനകത്ത് മാക്സിമം ടഫാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ JEE മെയിൻസ് ആണ്. JEE മെയിൻസ് ക്ലിയർ ആണെങ്കിൽ പിന്നെ നീറ്റും കീമും ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഓക്കെ, കീമും നീറ്റും ഒക്കെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അത് ഭയങ്കര എളുപ്പം. ഓക്കെ, അപ്പോൾ നോക്കാം. A light string passing over a smooth light fixed pulley connects two block of masses M1 and M2. Okay, if the acceleration is g by 8, ഇവിടുത്തെ ആക്സിലറേഷൻ, അത് ഓക്കെ നമുക്കറിയാവുന്ന കാര്യം, ഇയാൾ A ആക്സിലറേഷനാണ് താഴോട്ട് മൂവ് ചെയ്യുന്നത്, ഇയാൾ A ആക്സിലറേഷൻ മുകളിലോട്ട്. രണ്ടുപേരുടെ ആക്സിലറേഷൻ എപ്പോഴും സെയിം ആയിരിക്കും, കാരണം ഇത് പരസ്പരം കണക്ട് ചെയ്തേക്കുവാണ്. കണക്റ്റഡ് ബോഡീസിൻ്റെ ആക്സിലറേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഹാവിങ് ആക്സിലറേഷൻ G/8. G/8 ആക്സിലറേഷൻ ആർക്കൊക്കെ ഉള്ള? ഇയാളുടെയും G/8, ഇയാളുടെയും G/8. ഓക്കെ, ദെൻ ദ റേഷ്യോ ഓഫ് മാസസ്. അങ്ങനെയാണെങ്കിൽ മാസിൻ്റെ റേഷ്യോ എന്താണ്? ഇവരുടെ M1/M2 അല്ലെങ്കിൽ M2/M1 എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഇതിൻ്റെ ബേസിക് ഫോഴ്സസ് വരയ്ക്കും. പറ, ബേസിക് ഫോഴ്സസ്. ടെൻഷൻ T അല്ലേ? ടെൻഷൻ T അല്ലേ? M1G അല്ലേ? M2G. ഇതിലാർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഓരോത്തിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ ആർക്കാണ് മാസ് കൂടുതലെന്ന് പറയുന്നില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം ഇതിനാണ് മാസ് കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ ആക്സലറേഷൻ ഇങ്ങോട്ട്, ഇവിടുത്തെ ആക്സലറേഷൻ ഇങ്ങോട്ട്. ഇവിടെ M1 M2ന് ഓരോ മാസ് ശരിക്കും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആക്ഷനിൽ കൂടിയ സ്ഥലത്ത് താഴോട്ടും കുറഞ്ഞ സ്ഥലത്ത് മുകളിലായിരിക്കും. നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഇവിടെ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം, ഇഷ്ടമുള്ളത് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമുക്കുള്ള ഇവിടുത്തെ ഇക്വേഷൻ എന്ത് വരും? T മൈനസ് M1G ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു, ഇനി ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. എത്ര ആക്സിലറേഷൻ? G/8. M1 ഇൻറ്റു G/8. കണ്ടോ? ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ, ഇതിൻ്റെ ഇക്വേഷൻ താഴോട്ടാണ് ആക്സിലറേഷൻ. അപ്പോൾ എന്ത് വരും? M2G മൈനസ് T ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു G/8. കണ്ടോ? ഓക്കെ, ഇക്വേഷൻ 1, ഇക്വേഷൻ 2, രണ്ട് ഇക്വേഷൻ്റെ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാസിൻ്റെ റേഷ്യോ M1-നെ M2 വെച്ച് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ M2-നെ M1 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കും ആൻസർ. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എഴുതാൻ പോകണം. T മൈനസ് M1G ഈക്വൽ ടു M1G/8. രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് T ഈക്വൽ ടു M2G/8. ഓക്കേടാ, ഇവിടെ ടെൻഷൻ പ്ലസ്, ഇവിടെ മൈനസ് വരാം. ഇവിടെ ആഡ് ചെയ്താൽ പോലെ. ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും?
ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ടിയും കട്ടായിപ്പോകും, ടിയും കട്ടായിപ്പോകും. ബാക്കി എന്തുണ്ട്? m2g മൈനസ് m1g is equal to m1g by 8 പ്ലസ് m2g by 8. ഇതിന് കോമൺ എടുക്കാൻ പറ്റുന്നവരൊക്കെ കോമൺ എടുക്കുക. ഇത് നമുക്ക് ജി കോമൺ എടുത്തുകൂടെ? ജി കോമൺ എടുത്തു കഴിഞ്ഞാൽ m2 മൈനസ് m1 is equal to, ഇവിടെ നമുക്ക് g by 8 കോമൺ എടുക്കാം, g by 8 ഇൻറ്റു m1 പ്ലസ് m2 എന്ന് കിട്ടും. ഓക്കെ, ജിയും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ ഇങ്ങനെ കിട്ടി m2 മൈനസ് m1 ഈക്വൽ ടു m1 ബൈ 8 പ്ലസ് m2 ബൈ 8 എന്ന് കിട്ടി അല്ലേ? ഇനി m1നെ എല്ലാ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, m2നെ എല്ലാ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. ഇതൊക്കെ സോൾവിങ് ആണ്. ജസ്റ്റ് m2നെ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. ഓക്കെ, m2 മൈനസ് m2 ബൈ 8 is equal to മൈനസ് m1 അപ്പുറം പ്ലസ് m1 ബൈ 8 പ്ലസ് m1. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8m2 മൈനസ് m2 ബൈ 8 is equal to, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോറി 2 എന്ന് പറയുമ്പോൾ 7m2 അല്ലേ? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 പ്ലസ് 9m1 ബൈ 8. 8 കട്ടായിപ്പോയി, 8 കട്ടായിപ്പോയി. അപ്പോൾ 7m2 is equal to 9m1 എന്ന് കിട്ടും. നമുക്ക് മാസിൻ്റെ റേഷ്യോയിൽ വേണ്ട, അപ്പം നമ്പേഴ്സിനെയൊക്കെ മാറ്റാം. ഞാൻ ഈ m1നെ അങ്ങ് അപ്പുറം കൊണ്ടുപോയി, ഈ 7 ഇപ്പുറം കൊണ്ടുപോയി. 7/9 is equal to m1/m2 എന്ന് കിട്ടി. 7/9 is equal to m1/m2 എന്ന് കിട്ടി. ഈ സാധനം ഓപ്ഷനകത്തുണ്ടോ എന്ന് നോക്കാം. ഇതില്ല എങ്കിൽ 9/7 ഉണ്ടോ എന്ന് നോക്കാം. ഒന്നെങ്കിൽ m1/m2 ആയിരിക്കും, അല്ലെങ്കിൽ m2/m1 ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ. 7/9 ഉണ്ടോ എന്ന് നോക്കുക ഓപ്ഷനിൽ. 7/9 ഇല്ല, 9/7 ഉണ്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. 9/7 എന്ന് പറഞ്ഞാൽ എന്തുവാ? m2/m1 is equal to 9/7. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സിമ്പിൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ ആൻഡ് ടി ഇൻ ദ ഫോളോയിങ്. ഇതിനകത്തുള്ള ആക്സലറേഷനും ടെൻഷനും കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. സിമ്പിൾ, കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ഇവിടെ ചെയ്യാം. ഓക്കെ, സോ നോക്കാം. ഇതിനകത്തുള്ള ആക്സലറേഷൻ ടെൻഷനും കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഓക്കെ, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, സിമ്പിൾ. ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ഒക്കെ വരയ്ക്കാം. ടെൻഷൻ ടി അല്ലേ? ടെൻഷൻ ടി. ഇവിടെ ടെൻഷൻ ഉണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല തൽക്കാലം. ഓക്കെ, ഇതിൻ്റെ ടെൻഷനാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ഫോഴ്സ് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? 1 g മുകളിലോട്ട് എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് മുകളിലോട്ട് താഴോട്ട് മോഷൻ ഇല്ല ഇതിന്, അപ്പോൾ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഇതിൻ്റെ മോഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ മോഷൻ ഇങ്ങനെയാണ്. സോ ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ 20. ഓക്കെ, 20. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഓരോത്തിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. സോ ഇവിടെ എന്താ ഡയഗ്രാം? 1 kg അവസ്ഥ എന്താ? 1 kg ആകെ ഒരു ഫോഴ്സേ ഉള്ളൂ, ദാറ്റ് ഇസ് ടി. നമുക്ക് എഴുതാം ടി ഈസ് ഈക്വൽ ടു എം എ. എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. സോ ടി ഈസ് ഈക്വൽ ടു എ. ടി ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. അടുത്ത ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടുത്തെ ആക്സലറേഷൻ എങ്ങോട്ടാണ്? ഇവിടുത്തെ ആക്സലറേഷൻ ഇങ്ങോട്ടാണ്. താഴോട്ട്. അപ്പോൾ 20 മൈനസ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ. 20 മൈനസ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എന്ന് കിട്ടി. നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു എ. അപ്പോൾ 20 മൈനസ് എ ഈസ് ഈക്വൽ ടു 2a. 20 ഈസ് ഈക്വൽ ടു മൈനസ് എപ്പുറം പോകുമ്പോൾ 3a. എ ഈസ് ഈക്വൽ ടു 20/3 എന്ന് കിട്ടും. എ ഈസ് ഈക്വൽ ടു 20/3 കിട്ടും. ആക്സലറേഷൻ കിട്ടിയില്ലേ? ടെൻഷൻ അപ്പോൾ എത്ര? ടെൻഷൻ സെയിം വാല്യൂ ആണ്. ടെൻഷനും സെയിം വാല്യൂ ആണ്. ഇനി ഇവിടെ ആക്സലറേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ ചോദിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, ആക്സലറേഷൻ മാത്രം കണ്ടുപിടിക്കാൻ ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നോക്കടാ, ഇത് പരസ്പരം കണ്ടിട്ടുള്ള ഒറ്റ സിസ്റ്റം അല്ലേ? ഇതിനകത്ത് ആകെയുള്ള നെറ്റ് ഫോഴ്സ് എന്താ? ഇതിനകത്ത് ഈ ടെൻഷനൊക്കെ ഇന്റേണൽ ഫോഴ്സാണ്, ടെൻഷനൊക്കെ അകത്തുള്ള ഫോഴ്സാണ്. പുറത്തോട്ടുള്ള ആകെയുള്ള നെറ്റ് ഫോഴ്സ് എന്താ? 20 ഉണ്ടോ? അപ്പോൾ ഈ ഒരു സിസ്റ്റം 2 + 1 3 kg ഉള്ള സിസ്റ്റത്തിനകത്ത് ആകെയുള്ള ഒരു ഔട്ടർ ഫോഴ്സ് 20 ആണ്.
സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കും. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ. എഫ് നെറ്റ് എത്ര? 20 ഈസ് ഈക്വൽ ടു എം എത്ര? 3 ഇൻറ്റു എ. എ ഈസ് ഈക്വൽ ടു 20/3. കണ്ടോ, ഒറ്റ സ്റ്റെപ്പ് ആൻസർ വരും. കണ്ടോ? അപ്പം അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. ടെൻഷൻ ഇടണമെങ്കിൽ ഇങ്ങനെ വേറെ വേറെ ആക്കി ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും ചെയ്യാം നമുക്ക്. അടുത്ത ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആക്സലറേഷൻ എന്താ? ജി സൈൻ തീറ്റ ആയിരിക്കും. ഇവിടുത്തെ ആക്സലറേഷൻ എന്തായിരിക്കും? ജി സൈൻ തീറ്റ ആയിരിക്കും. ജി സൈൻ തീറ്റ. സോ ഇവിടുത്തെ തീറ്റ 37 ആണ്. ജി ഇൻറ്റു സൈൻ 37 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, 1 kg താഴോട്ട് ഇവിടെ 10, ഇവിടെ ടെൻഷൻ, ഇവിടെയും ടെൻഷൻ. ഓക്കെ, ഇവിടെ ജി സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ എം ജി കോസ് തീറ്റ കിട്ടും, ഇവിടെ നോർമൽ വരും. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാം, വളരെ സിമ്പിളാണ്. കമൻസിൽ ആൻസർ ചെയ്യാം. ഇനി ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രത്യേക വീഡിയോയിൽ ചെയ്തിട്ട് തരാം. ഓക്കെ, വളരെ സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പാണ്. ഓക്കെ, സോ ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്സ്. ജി മീൻസ് 2023 ചോദിച്ചോളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, ചെയ്യണം. ഇത് സിമ്പിളാണ്. ഇത് ഇവിടെ എന്തായിരിക്കും? ഇവിടെ ജി സൈൻ 60 ആയിരിക്കും. ഇതിനകത്ത് ജി സൈൻ 30 ആയിരിക്കും. ഓക്കെ, ഇത് ടെൻഷൻ, ഇത് എം ജി കോസ് തീറ്റ, ഇവിടെയും സെയിം രീതി, ഇവിടെയും എം ജി കോസ് തീറ്റ, ഇവിടെ എൻ. നോക്കട്ടെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഈ ഒരു സാധനം അങ്ങ് ഓർത്തെടുത്താൽ മതി. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇത് എം ജി സൈൻ തീറ്റ, താഴോട്ട് എം ജി കോസ് തീറ്റ, മുകളിലോട്ട് നോർമൽ. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുന്ന ഒരു ബോക്സിനകത്ത് എപ്പോഴും ഈ 3 ഫോഴ്സ് കാണും. ഇനി ഇവിടെ സ്ട്രിങ്ങുകൾ ഉണ്ടാകാനെ കൊണ്ട് ഇവിടെ എന്ത് വരും? ടെൻഷനോടെ വരും. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യും. സോ നമ്മളിന്ന് ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വെറുതെ സമയം കളയണ്ടല്ലോ. എനിക്കും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ അറിയിക്കാം. താങ്ക് യു.